ഓക്കെ ഗൈസ്, എല്ലാവർക്കും പെഡഗോജിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കൊമേഴ്സ് എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ പഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് അക്കൗണ്ടിങ്. പലരും കൊമേഴ്സ് എടുക്കാൻ വിസമ്മതിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം അക്കൗണ്ടിങ് പഠിക്കാൻ പറ്റുമോ, അക്കൗണ്ടിങ് എങ്ങനെയാണ് പാസ്സാവുക എന്നുള്ള അങ്കലാപ്പിലാണ്. അതുപോലെ തന്നെ കൊമേഴ്സ് എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ പേടി ഉണ്ടാകുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണ്, പരീക്ഷാ പേടി ഉണ്ടാക്കുന്നതുമായുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മുടെ അക്കൗണ്ടിങ്. പക്ഷേ അക്കൗണ്ടിങ്ങിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്രയും നല്ല രീതിയിൽ പഠിക്കാൻ പറ്റിയതും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതുമായ മറ്റൊരു സബ്ജക്റ്റ് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ കൊമേഴ്സ് എടുത്ത വിദ്യാർത്ഥി +1 മുതൽ +2 കാലഘട്ടത്തിലൂടെ, അതുപോലെ തന്നെ പിന്നീട് ആ കുട്ടി ഡിഗ്രി പഠിക്കുമ്പോൾ BCom ആയാലും BBA ആയാലും ഇനി PG ചെയ്യുന്ന സമയത്ത് MCom ആയാലും പല ഘട്ടങ്ങളിലായാലും പലതരത്തിലുള്ള അക്കൗണ്ടിങ് പേപ്പേഴ്സ് ആ കുട്ടി പഠിക്കും. അപ്പോൾ അക്കൗണ്ടിങ് പേപ്പേഴ്സ് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ത്വര നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു വീടുണ്ടാക്കുന്ന സമയത്ത് ആ വീടിൻ്റെ ഫൗണ്ടേഷനാണ് ആ വീടിൻ്റെ എൻ്റയർ സ്ട്രക്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകം. ആ ഫൗണ്ടേഷൻ കൃത്യമായി വന്നിട്ടില്ല എങ്കിൽ വീട് അലങ്കോലമായി മാറും, വീടിൻ്റെ ഘടനയിൽ വളരെ അരോചകത്വം ഫീൽ ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മളെ അക്കൗണ്ടിങ്. കാരണം കൃത്യമായ രീതിയിൽ ബേസിക് ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ പല പ്രോബ്ലംസും കൃത്യമായി ചെയ്യാൻ വേണ്ടി പറ്റില്ല. ക്ലാസ്സിൽ വെച്ച് ഒരു പ്രോബ്ലം മാഷ് ചെയ്തു തരുന്ന സമയത്ത് അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്ന കുട്ടികളുണ്ടാകും. പക്ഷേ അതിൽ നിന്നും ഒരു വ്യത്യസ്തത വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം ലാക്ക് ഓഫ് നോളജ് റിലേറ്റഡ് വിത്ത് ബേസിക്സ് ആണ്. അപ്പോൾ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ ആദ്യം അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചില ബേസിക് ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന നിലയ്ക്കാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് നമുക്ക് എന്താണ് അക്കൗണ്ടിങ് എന്ന് നോക്കാം. ബിസിനസ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അക്കൗണ്ടിങ് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം തന്നെ എന്താണ് ബിസിനസ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്ത് വെക്കണം. നമുക്കറിയാം, ബിസിനസ് എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് ആക്ടിവിറ്റിയാണ്. മെയിൻ എയിം എന്ന് പറയുന്നത് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. ബിസിനസ് ഈസ് എ ഫോം ഓഫ് ആക്ടിവിറ്റി പർസ്യൂഡ് പ്രൈമർലി വിത്ത് ദി ഒബ്ജക്റ്റീവ് ഓഫ് ഏണിംഗ് മാക്സിമം പ്രോഫിറ്റ് എന്നാണ് പറയുക. ലാഭം നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി നാം ഏർപ്പെടുന്ന ഏതൊരു പ്രവൃത്തിയെയും നമ്മൾ എന്ത് പറയും? ബിസിനസ് എന്ന് പറയും. അപ്പോൾ ബിസിനസ് എന്താണെന്ന് കൃത്യമായി നമുക്കറിയാം. അപ്പോൾ ബിസിനസ്സുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കൺസെപ്റ്റാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കൺസെപ്റ്റാണ് അക്കൗണ്ടിങ്. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേട്ടോളൂ. നമുക്കറിയാം, ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ആരംഭിക്കുന്നത് മുതൽ ബിസിനസ് അവസാനിക്കുന്നത് വരെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇടപാടുകളുണ്ടാകും. ചില എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് തന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ബിസിനസ് തുടങ്ങുന്ന സംരംഭകൻ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിനെ നമ്മൾ മൂലധനം എന്ന് പറയും. ആ മൂലധനം ഉപയോഗിച്ചുകൊണ്ടാണ് ബിസിനസ് സ്ഥാപനങ്ങൾ മുന്നോട്ട് പോവുക. അപ്പം ബിസിനസ്സിലേക്ക് മൂലധനം കൊണ്ടുവരുന്നത്, ഇൻട്രൊഡ്യൂസിങ് ക്യാപിറ്റൽ ടു ദ ബിസിനസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ബിസിനസ് ട്രാൻസാക്ഷനാണ്. ബിസിനസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിസിനസ് ട്രാൻസാക്ഷനാണ്. പിന്നെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടി, ബിസിനസ്സിന് ആവശ്യമായുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി തൊഴിലാളികളെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടി വരും, തൊഴിലാളികളെ നിയമിക്കേണ്ടി വരും. അപ്പോൾ റിക്രൂട്ടിംഗ് എംപ്ലോയീസ് ഫോർ ദ ബിസിനസ്, തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നത്, തൊഴിലാളികളെ സെലക്ട് ചെയ്യുന്നത്, ഇതൊക്കെ ബിസിനസ്സിൻ്റെ മറ്റ് ഇടപാടുകളാണ്. ദെൻ ബിസിനസ്സിന് വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് വേതനം കൊടുക്കേണ്ടി വരും. സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് റെമ്യൂണറേഷൻ അല്ലെങ്കിൽ വേജസ് കൊടുക്കേണ്ടി വരും. അങ്ങനെ വേജ് പേയ്മെൻറ്റ് നടത്തുന്നത്, സാലറി പേയ്മെൻറ്റ് നടത്തുന്നത്, പിന്നെ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നത്, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ബിസിനസ് ഇടപാടുകളുണ്ടാകും. ബിസിനസ് ഇടപാടുകളെ നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് പറയും. എവിടെയാണോ നമ്മളൊരു ബിസിനസ് ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അവിടെയാണ് അക്കൗണ്ടിങ് ജന്മമെടുക്കുന്നത്. When we identify a business transaction, at the same time accounting is begin. ആ സമയത്ത് അക്കൗണ്ടിങ് തുടങ്ങും. എപ്പോഴാണോ നമ്മളൊരു ബിസിനസ് ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ആ സമയത്ത് തന്നെ അക്കൗണ്ടിങ് തുടങ്ങുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. ഫസ്റ്റ് സ്റ്റെപ്പ്, അക്കൗണ്ടിങ്ങിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നതാണ്. ബിസിനസ് ട്രാൻസാക്ഷൻസിന് ഞാൻ ഒരുപാട് എക്സാമ്പിൾസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസിങ് ക്യാപിറ്റൽ ടു ദ ബിസിനസ് ആണ്. രണ്ടാമത്തത് റിക്രൂട്ടിംഗ് എംപ്ലോയീസ് ഫോർ ദ ബിസിനസ് ആണ്. മൂന്നാമത്തത് പേയ്മെൻറ്റ് ഓഫ് സാലറി ആണ്. അപ്പോൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് ആണ് അക്കൗണ്ടിങ്ങിൻ്റെ ഉറവിടം എന്ന് ഞാൻ പറഞ്ഞു. അക്കൗണ്ടിങ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ ടു ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്നാണ് പറയുക. അക്കൗണ്ടിങ്
ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ ടു ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാനപ്പെട്ട ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡുകളിൽ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഇടപാടുകളെ രേഖപ്പെടുത്തി വെക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അക്കൗണ്ടിംഗ് എന്ന് പറയുക. ഒരിക്കൽ കൂടി ഓർത്ത് വെക്കുക, റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ ടു ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അതാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അക്കൗണ്ടിങ്. നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷനൊക്കെ പഠിക്കുന്നുണ്ടെങ്കിലും ഒറ്റ വരിയിൽ നമുക്ക് പറയാം, റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ ടു ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ദാറ്റ് ഈസ് നോൺ ആസ് അക്കൗണ്ടിങ്. ഇനി നമ്മൾ പോകുന്നത് ബിസിനസ്സിൻ്റെ 3 ടൈപ്സ് ഓഫ് ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രോസസ്സിലേക്കാണ്. നെക്സ്റ്റ് വൺ, ടൈപ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. ഏതൊക്കെയാണ് ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് നോക്കാം. ബിസിനസ് ട്രാൻസാക്ഷൻസിനെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ക്യാഷ് ട്രാൻസാക്ഷൻസ്, സെക്കൻഡ് വൺ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്, തേർഡ് വൺ നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ. ക്യാഷ് ട്രാൻസാക്ഷൻസ്, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്, നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ്. ഇങ്ങനെ 3 രീതികളിലാണ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഉള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞു, ബിസിനസ് ട്രാൻസാക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന സമയത്താണ് അക്കൗണ്ടിങ് ജന്മം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 രീതികളിലുള്ള ബിസിനസ് ട്രാൻസാക്ഷൻ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതിലാദ്യം ക്യാഷ് ട്രാൻസാക്ഷൻസ്. എന്താണ് ക്യാഷ് ട്രാൻസാക്ഷൻസ് എന്ന് നോക്കാം. ക്യാഷുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന റെസീപ്റ്റ്സുകളും പേയ്മെൻറ്റ്സുകളുമാണ് ക്യാഷ് ട്രാൻസാക്ഷൻസ്. ക്യാഷ് റെസീപ്റ്റ്സുകളും ക്യാഷ് പേയ്മെൻറ്റ്സുകളുമാണ് ക്യാഷ് ട്രാൻസാക്ഷൻസ് ഉൾപ്പെടുന്നത്. അപ്പോൾ സാലറി പെയ്ഡ് ഫോർ ₹10,000, ക്യാഷ് റിസീവ്ഡ് ₹10,000 ഡ്യൂ ടു സെയിൽ ഓഫ് ഗുഡ്സ്, അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണ്. സാധനം പൈസയ്ക്ക് ക്യാഷിന് വിറ്റ് കഴിഞ്ഞാലോ സാധനം പൈസ കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാലോ അത് രണ്ടും ഏത് ഗണത്തിൽ ഉൾപ്പെടുന്നു? ക്യാഷ് ട്രാൻസാക്ഷൻസിൽ ഉൾപ്പെടുന്നു. പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫോർ ക്യാഷും അതുപോലെ സെയിൽ ഓഫ് ഗുഡ്സ് ഫോർ ക്യാഷും പ്രധാനപ്പെട്ട 2 എക്സാമ്പിൾസ് ആണ് ഈ പറയുന്ന ക്യാഷ് ട്രാൻസാക്ഷൻസിൻ്റെ. ഇനി രണ്ടാമത്തത് എന്താണ്? ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്. നേരത്തെ നമ്മൾ പറഞ്ഞു ക്യാഷ് റെസീപ്റ്റ്സുകളും ക്യാഷ് പേയ്മെൻറ്റുകളും നടക്കുന്ന ട്രാൻസാക്ഷനെയാണ് നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് റെസീപ്റ്റ്സുകളും ക്യാഷ് പേയ്മെൻറ്റ്സുകളും നടക്കുന്നില്ല. അതായത് ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് ഓഫ് ക്യാഷ് നടക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. ദാറ്റ് മീൻസ് ദ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ഇൻ ഫ്യൂച്ചർ. ഭാവിയിലാണ് എന്തുണ്ടാവുക? പേയ്മെൻറ്റ് ഉണ്ടാവുക. ദാറ്റ് മീൻസ് ഇപ്പോഴത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ക്രെഡിറ്റ് ആണ്, കടത്തിനാണ്. അപ്പോൾ ബിസിനസ്സിൻ്റെ നിലനിൽപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. സാധനം കടത്തിന് വിൽക്കുക, കടത്തിന് വാങ്ങുക, ഇതൊന്നും ഇല്ലാതെ ബിസിനസ്സിന് മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. നമ്മൾ തന്നെ ജീവിക്കുന്നത് കുറച്ച് പൈസ വായ്പ വാങ്ങി നമ്മുടെ കയ്യിൽ വരുന്ന സമയത്ത് തിരിച്ചു കൊടുത്ത് അങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് ബിസിനസ് സ്ഥാപനവും. ചിലപ്പോൾ വായ്പയായിട്ട് സാധനം വാങ്ങേണ്ടി വരും, കസ്റ്റമർക്ക് വായ്പയായിട്ട് സാധനം വിൽക്കേണ്ടി വരും. അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻസ്, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്, 2 ട്രാൻസാക്ഷൻ ഞാൻ പറഞ്ഞു. ഇനി ക്രെഡിറ്റ് ട്രാൻസാക്ഷന് പ്രധാനപ്പെട്ട എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, സെയിൽ ഓഫ് ഗുഡ്സ് ഫോർ ക്രെഡിറ്റ് ആണ്, സാധനം കടത്തിന് വിറ്റു. അതുപോലെ തന്നെ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫോർ ക്രെഡിറ്റ് ആണ്, സാധനം കടത്തിന് വാങ്ങി. നേരത്തേത് പൈസ കൊടുക്കുന്നുണ്ടായിരുന്നു, ഇവിടെ പൈസ ഇപ്പോൾ കൊടുക്കുന്നില്ല, പിന്നീടാണ് കൊടുക്കുന്നത്. അപ്പോൾ അത്തരം ട്രാൻസാക്ഷൻസിനെ നമ്മൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് എന്ന് വിളിക്കും. ഇത് രണ്ടും നമുക്കറിയാം പ്രധാനപ്പെട്ട ട്രാൻസാക്ഷനാണ്. ഇനി മൂന്നാമത്തത് നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ്. ബിസിനസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്വഭാവം കാണിക്കുന്ന ടൈപ്പ് ഓഫ് കൺസെപ്റ്റാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില പ്രധാനപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാവും. അത്തരം അഡ്ജസ്റ്റ്മെൻറ്റുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ പറയുന്നത് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അസറ്റുകൾക്ക് നൽകുന്ന തേയ്മാനത്തിൻ്റെ എമൗണ്ടിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുക. ഡിപ്രീസിയേഷനെ കുറിച്ച് നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയി പഠിക്കാം. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക, ഡിപ്രീസിയേഷനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ട്രാൻസാക്ഷൻസ്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, അതുപോലെ തന്നെ റിട്ടേൺ ഓഫ് ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്നത്. ഇപ്പോൾ സാധനം നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നിട്ട് അതിനെന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ റിട്ടേൺ ചെയ്യും. അത് ക്യാഷിനായാലും ക്രെഡിറ്റിനായാലും. അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമർക്ക് ഒരു സാധനം വിറ്റിട്ടുണ്ടെങ്കിൽ ആ കസ്റ്റമർക്ക് ആ സാധനം സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അയാൾ അത് റിട്ടേൺ ചെയ്യും. ഡിപ്രീസിയേഷനും റിട്ടേൺ ഓഫ് ഗുഡ്സുമാണ് പ്രധാനപ്പെട്ട 2 നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ്. അപ്പോൾ ഞാനത് ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്, ഒരിക്കൽ കൂടി പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഒന്നാമത്തത് ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണ്. ക്യാഷ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ക്യാഷ് റെസീപ്റ്റ്സുകളും ക്യാഷ് പേയ്മെൻറ്റും ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് റെസീപ്റ്റ്സുകളും ക്യാഷ് പേയ്മെൻറ്റും നടക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. രണ്ടാമത്തത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് പേയ്മെൻറ്റും ക്യാഷ് റെസീപ്റ്റും നടക്കുന്നില്ല. മൂന്നാമത്തത് നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷനും അതുപോലെ തന്നെ റിട്ടേൺ ഓഫ് ഗുഡ്സുമാണ് പ്രധാനപ്പെട്ട നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ്. ബാക്കിയുള്ള അക്കൗണ്ടിങ്ങിൻ്റെ മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.